ഹായ് പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. കാണാപ്പുറത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ബോഗൺവില്ലയുടെ ഏറ്റവും വലിയ കൃഷി കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ചമൽ കേളമൂല ജോസേട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഏകദേശം 150ഓളം വെറൈറ്റി ഐറ്റംസ് ബോഗൺവില്ലയും അതുപോലെ തന്നെ വിദേശ കള്ളിച്ചെടികളും കൃഷി ചെയ്ത് അതിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിച്ച് അത് വിപണനം ചെയ്യുന്ന ഒരു വീടാണ് ജോസേട്ടൻ്റെ വീട്. അപ്പോൾ ഇതിൻ്റെ കൃഷി രീതികളെക്കുറിച്ചും കുറിച്ചും ബ്രൂണിങ്ങിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും ബോഗൺവില്ലയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ജോസേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. 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 ഞങ്ങൾ ഒരുപാട് വെറൈറ്റി ബോഗൺവില്ല നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്നിപ്പം ഈ വൈകുന്നേരം ഇവിടെ എത്തിപ്പെട്ടത്. ഇതറിയാൻ വൈകിപ്പോയി. ഞങ്ങൾ ഇത്രയും നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ നമ്മളെ മെയിൻ ചെടികളിലൊക്കെ വിൽപ്പന കഴിഞ്ഞു. ആണല്ലേ? അടുത്ത വർഷത്തേക്കുള്ള സ്റ്റോക്കാണ് ഇത് കാണുന്നൊക്കെ. ഇവിടെ എത്ര തരം ബോഗൺവില്ല ഉണ്ട്? ഒരു 150 എണ്ണം വിൽപ്പനയ്ക്കുള്ളുണ്ട്. പിന്നെ വിൽപ്പനയ്ക്ക് ആകാത്ത ഒരു 10-30 വെറൈറ്റി വേറെ ഉണ്ട്. മൊത്തം 180 വെറൈറ്റി ഉണ്ടാവും. 180 വെറൈറ്റി ബോഗൺവില്ല ഉണ്ട്. ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്ന അല്ലാതെ ആണല്ലേ? അത് തന്നെ പല ചെടിയിലും പലതിങ്ങനെ 5-8 കവർ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു ചെടി. നമ്മളൊക്കെ ആകെ 4-5 തരം, അങ്ങനെ 5-8 തരമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതാ ഞാൻ ചോദിച്ചത്. 10-15 വെറൈറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളെ സ്ഥലം ശരിക്കും എവിടെയാ വരുന്നത്? ഇത് ചമല്, കോഴിക്കോട് ചമല് കേളമൂല എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതെ, ഇത് ശരിക്കും ഇത് വൈഫാണ് ഇതിന്റെ എല്ലാം. ഞാനൊന്നും അറിയുന്നില്ല. ഞാൻ വിൽക്കുന്നു, കാശ് മേടിക്കുന്നു, പിന്നെ ചട്ടി സാധനമൊക്കെ മേടിച്ചു കൊടുക്കുന്നു, വളമൊക്കെ മേടിച്ചു കൊടുക്കുന്നല്ലാണ്ട് മൊത്തം വൈഫാണ് ഇത് ഓർഗനൈസ് ചെടികളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പുള്ളിക്കാരൻ ആദ്യം ഒരു ചെറുതായിട്ട് തുടങ്ങിയതാണ്. ചെറുതായിട്ട് ആദ്യം ഒരു 500 ചെടി നട്ടു. അപ്പൊ അത് ഡിസംബർ ആദ്യം വിറ്റ് തീർന്നു. പിന്നെ ഒരു 10,000-3000 എണ്ണം നട്ടു. അതും നേരത്തെ തന്നെ വിറ്റ് തീർന്നു. അപ്പം ഒരു ഇൻസ്പിറേഷൻ ആയി പെട്ടെന്ന് ഇത് സക്സസ് ആവുന്നുള്ളതിൽ. അങ്ങനെ പിന്നെ പൈസയൊക്കെ മുടക്കി കമ്പി ഒക്കെ മേടിച്ച് വലിയ ഷെഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ തുടങ്ങിയാണ്. പിന്നെ നിങ്ങള് വിപണനം ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല. നമ്മള് നേഴ്സറിക്കാരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ വീട്ടിലാർ വരുമ്പോൾ അവർക്ക് കൊടുക്കും. സാധാരണ നേഴ്സറിക്കാരെ ആണെങ്കിലും വീട്ടിലാരെങ്കിലും നേഴ്സറിക്കാരും മേടിക്കുന്ന ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ റീറ്റെയിലും കൊടുക്കും. റീറ്റെയിൽ വില പറഞ്ഞൊരു വില ഇല്ല ഇവിടെ. ഇത് പിന്നെ ടൗണിലല്ലാത്തത് കൊണ്ട് ആരും അറിയുന്നുണ്ടാവില്ല സംഭവം ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നേഴ്സറിക്കാർക്കൊക്കെ അറിയാം. ഇവിടുന്ന് മലപ്പുറം ജില്ല ചട്ടിപ്പറമ്പ്, പട്ടാമ്പി അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ കോഴിക്കോട് മെയിൻ നേഴ്സറികളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ വയനാട്ടിലേക്കുള്ള മറ്റേ ബായ്സ് നഴ്സറി, മറ്റേ ടർപ്പൽ നഴ്സറി, അതൊക്കെ അങ്ങനെ കുറെ നഴ്സറി ഉണ്ട് വയനാട്ടിൽ എടുക്കുന്നത്. അതൊക്കെ ഇവിടുന്ന് കയറ്റി പോകുന്നത്. പിന്നെ റിസോർട്ടുകാരാണ് മെയിനായിട്ട്. ഈ വലിയ ചെടി ബോൺസായി ഉള്ള ചെടിക്ക് റിസോർട്ടുകാർ വരും. അവർക്ക് പെട്ടെന്ന് ചെടിയായി വലിപ്പമുള്ള കിട്ടണം. ചെറിയ ചെടി ഇപ്പൊ പൂവുള്ളതൊക്കെ കുറെ കഴിഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമല്ലേ പുതിയ ചെടി. ഇപ്പൊ അടുത്ത വർഷത്തേക്കുള്ള തുറക്കാണ് റെഡി, അതിന്റെ തുടക്കാണ്. അപ്പൊ നമ്മൾ വരാൻ വൈകിപ്പോയി. പൂവുള്ള സമയത്ത് ഏത് മാസത്തിലാണ് ശരിക്കും പൂവുണ്ടാകുന്നത്? ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസമാണ് ഭയങ്കരമായിട്ട് പൂവുണ്ടാകുന്നത്. ഭ്രാന്ത് പിടിച്ചൊരു പൂക്കും. പിന്നെ ചില വെറൈറ്റി പൂക്കുണ്ട്, ചില വെറൈറ്റി പൂ കുറയും. അങ്ങനെയൊക്കെയാണ്. ചില ചെടികൾ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പം കാലാകാലം 12 മാസവും 12 മാസം ഉണ്ടാകുന്ന ആരാണ് പറയും. 12 മാസം പൂവാറ്. മഴക്കാലം പ്രശ്നമല്ല. ഇതൊക്കെ നിങ്ങൾ വെറൈറ്റി ആയിട്ട് ഓരോന്ന് വെവ്വേറെ ചെയ്ത് തന്നെ. ഇതിപ്പം റൂബി റെഡ് എന്ന് പറയുന്നതിനാണ്. ഇത് ഫയറോപ്പൽ എന്ന് പറയുന്നതിനാണ്. പിന്നെ അതൊക്കെ മറ്റേ എന്താ പറയാ, മഹാറാണി, സക്കുറ ബലാക്കൻ, അതൊക്കെ സക്കുറ ബലാക്കൻ എന്ന സാധനമാണ്. ഇലകൾക്കും കളർ വരുന്ന ഒരു ടൈപ്പ്. ഇലയും വെരിഗേറ്റഡ് ആണ്. ഇതൊക്കെ മുറയാമ എന്ന് പറഞ്ഞ സാധനം. മുറയാമ ഇതൊക്കെ നമ്മൾ ഇന്ത്യൻ ചെടികൾ തന്നെയാണോ? ഇതൊക്കെ ഇന്ത്യൻ ചെടികളാണ്. പക്ഷെ വിദേശ ഇനങ്ങൾ വേറെ താഴെയുണ്ട്. തായ്ലൻഡിൽ നിന്നൊക്കെ വരുന്ന സാധനമുണ്ട്. വേറെ ഏജന്റ് മാത്രം അതായത് കാർഗോ സർവീസിനോട് എത്തിച്ച് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന്റെ വിപണന ആയിട്ട് ഏകദേശം ഒരു മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ അങ്ങനെ നമ്മൾ ബന്ധപ്പെടില്ല. തായ്ലൻഡിൽ നിന്നൊക്കെ വരുന്ന ഏജന്റ് മുഖേന. അപ്പൊ അവിടെയാണ് കൂടുതൽ റിസർച്ച്, ബൊഗൺവില്ല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അപ്പൊ അവിടുന്ന് ഓരോ വർഷം 10-20 എണ്ണം പുതിയ ഉണ്ടാക്കും. അപ്പൊ അത് നമ്മൾ വലിയ ഒരു എടുത്തെടുക്കും. അതായത് 2 വർഷം കഴിയുമ്പോൾ അത് നേരത്തെ ആകും. അതിന്റെ വില കുറയുന്നത്. ശരിക്കും ബോഗൺവില്ല ഏറ്റവും കൂടുതൽ തായ്ലൻഡിലാണ് കൂടുതലും പുതിയ വെറൈറ്റി ഉണ്ടാക്കുന്നത്. അവിടെ ബൊഗൺവില്ലയുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്.
അപ്പൊ അവിടുന്ന് ഇത് പുതിയ പുതിയ വെറൈറ്റി നമ്മളെ ഇന്ത്യയിൽ അതില്ലേ? ഇന്ത്യയിലുണ്ട്, ഡൽഹിയിൽ ഒരെണ്ണമുണ്ട്, പക്ഷെ അതത്ര പോരാ. പോരാ. അത് ശരി. അപ്പോൾ നമുക്ക് എന്നാൽ ബാക്കി ചെടികളെ കുറിച്ചൊക്കെ ഒന്ന് അറിയാം, വേറെ വെറൈറ്റി ചെടികളൊക്കെ ഒന്ന് കാണാം. അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രൂൺ ചെയ്ത് വെച്ച ചെടികളാണിത്. കംപ്ലീറ്റ് ഇങ്ങനെ വെട്ടിക്കൊടുത്തിട്ട് ഇപ്പോൾ പൂവുള്ളതൊക്കെ വെട്ടിക്കൊടുത്തിട്ട് ഇതിൽ വെറൈറ്റി ആയിട്ടുള്ള പല ഐറ്റംസും, ഇത് ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ? ഇതിൽ നല്ല ഈ ഇലകളൊക്കെ പ്രത്യേക ടൈപ്പ്, ഇതൊക്കെ വേറെ ചെടി. ഇത് ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞത് നല്ല പുതിയ വെറൈറ്റിയാണ്, നല്ല കോസ്റ്റ്ലി വെറൈറ്റിയാണ്. കോസ്റ്റ്ലി ആണല്ലേ അതൊക്കെ? അതൊരു ചെടിക്കൊക്കെ എത്ര രൂപ വരും സുമാറ്? അതൊക്കെ ഒരു 700 വില വരുന്നത്. ഇവിടെ 700 എന്ന് പറഞ്ഞാൽ പുറത്തത് 2000-3000 ഒക്കെ ആയിരിക്കും അല്ലേ? ഇങ്ങനെ ഒരുപാട് വെറൈറ്റി. ഈ ഇതിലൊക്കെ ഒരേ ഇതളിൽ തന്നെ പല കളറുകളും മിക്സ് ആയിട്ടാണ് വരുന്നത്. മഹാറാണി മഹാറാണി. ഇതൊക്കെ ഇങ്ങനെ പുതിയ ചെടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചാണല്ലേ? എന്തായിരുന്നു വെച്ചാൽ ഇതിന്റെ പേര് എയർ ലെയറിംഗ് എന്ന് പറയും. എയർ ലെയറിംഗ് എന്നാണ് ഇതിന് പറയുക. അതൊക്കെ ചെടി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അല്പം തൊലി ചിരണ്ടി കളഞ്ഞിട്ട് അവിടെ മണ്ണും ചാണാപ്പൊടി ചകിരിച്ചോറുടെ നനച്ച് വെച്ച് കിട്ടും, എയർ ടൈറ്റ് ആയിട്ട്. ഇതവിടെ ഒരു 1.5 മാസം കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് ഇറങ്ങും. വേര് വേണം. അപ്പോൾ ആ ചെടി എടുത്തിട്ട് ഇവിടെ താഴെ സൈഡ് കട്ട് ചെയ്തിട്ട് പ്ലാസ്റ്റിക് പൊളിച്ച് കളഞ്ഞിട്ട് ചെടിലേക്ക് വെച്ചാൽ അതൊരു പുതിയ ഇതിന്റെ സമയം എപ്പോഴാണ് അല്ലേ? അത് സമയം ഇപ്പം നമ്മളിത് ചെയ്തിട്ട് ഒരു ജൂൺ ഫസ്റ്റ് വീക്കിന് കാലവർഷമൊക്കെ പിടിച്ച് കഴിയുമ്പം എടുത്ത് സെറ്റിലാക്കും. പിന്നെ വെച്ചാൽ നല്ല വെറൈറ്റി, നല്ല ഹൈബ്രിഡ് ചിലത് വേര് പിടിക്കില്ല, നമ്മൾ നേരിട്ട് ഒഴിച്ചില്ല. അപ്പോൾ അത് ഇങ്ങനെ ചെയ്താൽ അത് വേര് കൊടുക്കും. അടുത്ത സീസണിലേക്ക് ഇനി ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പുതിയ ചെടികളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിറയെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഇങ്ങനെ എയർ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി എന്നുള്ള ചെടിയിൽ തന്നെ ഒരു 50 തൈ പുതിയ കിട്ടും. അതെ, ഈ ഒരു ചട്ടിയിലുള്ള ഈ ചില്ലി യെല്ലോ ഇതിൽ നിന്ന് ഒരു 50 ചെടി ഇപ്പം എയർ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ അടുത്ത ഒരു 2 മാസം കഴിഞ്ഞാൽ ഇതെല്ലാം മുറിച്ചിട്ട് പുതിയ ചെടികളാക്കി ഒരു 50 പുതിയ ചെടി 50 പുതിയ ചെടിയാണിത്. ഒരു 2 വർഷം മുന്നേ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ചില്ലി റെഡ്, ചില്ലി യെല്ലോ, അങ്ങനെ ഇതിൽ വെറൈറ്റി എത്ര കളർ ഉണ്ടായിരുന്നു? 6 കളർ ഉണ്ടാവും. 6 കളറ്. ചില്ലി യെല്ലോ, ചില്ലി റെഡ്, ചില്ലി പിങ്ക്, ചില്ലി ഓറഞ്ച്, ചില്ലി ഐസ്ക്രീം, ചില്ലി വൈറ്റ്. അതെ അല്ലേ? അങ്ങനെ 2 വർഷം മുന്നേ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ചെടികളാണിത്. ഇപ്പം ഇതിനേക്കാളും നല്ല വെറൈറ്റികൾ വന്നപ്പം ഇതിപ്പോൾ പഴയതായി. ഇപ്പം നല്ല വെറൈറ്റികൾ വേറെ ചെടികൾ വന്നു. എന്നാലും ഇതിവിടെ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് ഈ ചില്ലിയിൽ പെടുന്ന ചെടികൾ. 6 വർഷത്തോളം പഴക്കമുള്ള ഒരു ചെടിയാണിത്. ഈ ചെടിയിൽ ഒരു 10 വെറൈറ്റി ഉണ്ടാവും. 10 വെറൈറ്റി ഐറ്റംസ് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് മഹാറാണി, പിന്നെ ട്രൈ കളറ്, ചൈനീസ് മാവ്, അങ്ങനെ കുറെ വെറൈറ്റി ഉണ്ട്. ഒരുപാട് കളറുകൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഇതിന്റെ തണ്ടൊക്കെ നല്ലൊരു ബോൺസായി പോലെ. ഇതിപ്പോ ഒരേ ചെടിയിൽ തന്നെ പല ഡിസൈനുമായിട്ട് വരുന്നത്, ഗ്രാഫ്റ്റ് ചെയ്യാതെ തന്നെ ഒരു ചെടി പിന്നെ ഒരു 5-8 കളർ ഇങ്ങനെ പല ഡിസൈൻ വരും. ആണല്ലേ? ഇതിന്റെ പേര് മഹാറാണി. ഇതൊരു മഹാറാണി തന്നെ ആണല്ലേ ചെടികളെ കൂട്ടത്തില്? ഇത് മൊറയാമ. ഇതിനും അതുപോലെ തന്നെ ഒരു വെറൈറ്റി വെള്ള കളർ ഇതിന്റെ ഇതളിൽ വരുന്നുണ്ട് അല്ലേ? ഓരോ സീസണിന്റെ മാറിക്കൊണ്ട് വേറൊരു ഡിസൈൻ ആയിരിക്കും. ഇതിന്റെ ഇതിന്റെ ഈ ഡിസൈനും വ്യത്യാസമുണ്ട്. ഇത് വേറെ ടൈപ്പാ അല്ലേ? ഒരേ ചെടി തന്നെ അങ്ങനെ ഡിസൈൻ മാറി വരും അല്ലേ? ഈ ചെടിയുടെ ഇലക്ക് വളരെ ചെറിയൊരു ഇത് കടലാസ് പൂവാൻ തോന്നുന്നു. ശരിക്കും മുള്ളൊന്നും ഇല്ലാതെ വേറൊരു ടൈപ്പാണ് അല്ലേ? ഇതെന്തായിരുന്നു? ഇത് ഫ്ലെയിം വെറിഗേറ്റഡ് എന്ന് പറയും. ഫ്ലെയിം റെഡിന്റെ വെറിഗേറ്റഡ് ഇല. ഫ്ലെയിം റെഡിന്റെ വെറിഗേറ്റഡ് ഇല. ഇലക്ക് ഡിസൈൻ ഉള്ളത് കൊണ്ടാണ്. ചെടി ഫ്ലെയിം റെഡാണ്, പക്ഷെ അത് ഇലക്ക് ഡിസൈൻ ഉള്ളതാണ് ഫ്ലെയിം വെറിഗേറ്റഡ് എന്ന് പറയുന്നത്. ഇത് വിദേശിയാണോ? ഇന്ത്യൻ. ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിരുന്നല്ലോ. ഇതിനൊക്കെ നിറച്ച് പൂവുണ്ടാകുന്നതാണ് അല്ലേ? ഇത് ഇപ്പൊ പൂ പൊഴിഞ്ഞിട്ടുണ്ട്, വന്നോണ്ടിരിക്കും. ഇതോ? അത് പിങ്ക് പാന്തർ തായ്വാൻ എന്ന് പറയും. പിങ്ക് പാന്തർ തായ്വാൻ. ഇത് തായ്വാൻ ആണല്ലേ? ഭയങ്കര ഇപ്പൊ തന്നെ അല്ലേ നമ്മള് സീസൺ അല്ലാതെ തന്നെ ഭയങ്കര അട്രാക്ഷൻ. ഒരു മഞ്ഞ കളറിലുള്ള മാജിക് ഐസ്ക്രീം എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ്. മാജിക് ഐസ്ക്രീം. ഈ ചെടിയുടെ പേരാണ് മാജിക് ഐസ്ക്രീം. ഇതിങ്ങനെ വെറൈറ്റി ആയിട്ട് വരും. പൂവും ഇലയൊക്കെ ഓരോ സീസണിൽ ഇങ്ങനെ മാറി. ഈ ഇലയ്ക്ക് ഇപ്പം കുറച്ച് മഞ്ഞ കളറാണെങ്കിൽ മഞ്ഞക്കളറായി കഴിഞ്ഞാൽ ഒരു പച്ച കളറാവും. പിന്നെ ഒരു ഒക്ടോബർ പൂക്കള കളർ മാറുമോ? പൂക്കളും മാറും. പിന്നെ ഒരു ഒക്ടോബർ ആയി കഴിയുമ്പോൾ ഇത് പച്ചയും മഞ്ഞയും കൂടെ ഉള്ള കളറായിട്ട് വരും. അതെ.
അത് ഇതിലുണ്ടല്ലോ അങ്ങനെ ഈ വെറൈറ്റി കളറൊക്കെ അല്ലേ. അപ്പൊ അതിന്റെ പേര് മാജിക് ഐസ്ക്രീം എന്നാണ്. അപ്പൊ ഇതിന്റെ പേരുകൾ തന്നെ നമ്മൾ പഠിക്കാനുണ്ട് ഒരുപാട്. ഇതും ഒരു കോസ്റ്റ്ലി വെറൈറ്റിയാണ്, സാധാരണ എന്ന് പറയും. ഇതൊരു വേറെ ഇത് ഒരു ചെടിയെ തന്നെ പല പൂവും, ഒരു മഞ്ഞപ്പൂവും, ഇതിൽ മഞ്ഞയുണ്ട്, പിങ്ക് ഉണ്ട്, പിങ്കില് വൈറ്റ് പുള്ളി ഉണ്ട്, അങ്ങനെ മഞ്ഞയും പിങ്കും കൂടി ചേർന്നിട്ടുണ്ട്. ഇതിന്റെ എന്താ പേര് തന്നെ? അദർന. ഇത് നമ്മളെ ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ ഇന്ത്യൻ ചെടി തന്നെയാണ് അല്ലേ? അപ്പൊ ഇത് ഏകദേശം ഒരു വള്ളി പോലെ പടരുന്ന ഒരു മോഡലാണ് തോന്നുന്നുണ്ട് അല്ലേ? എന്തായാലും 150 വെറൈറ്റി ഐറ്റംസിൽ ഒരുപാടെണ്ണം നമ്മളൊന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കുറേ ചെടികളാണിത്. ബോഗൺവില്ലയിൽ ഇത്രയും ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അച്ഛൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് കണ്ടത് തന്നെ. ഇവിടെ ബോഗൺവില്ല കൂടാതെ ഒരുപാട് കള്ളിച്ചെടികളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് എത്ര ഐറ്റംസ് ഉണ്ട് അച്ഛായ കള്ളിച്ചെടി? ഇതിപ്പോൾ അതിൻ്റെ ഒരു കള്ളിച്ചെടിയാണോ? ഇതിന് എങ്ങനെ ഇതിന്റെ എങ്ങനെ ഒരു പൂപ്പ് പോലെ ഇങ്ങനെ പുറത്ത്? അത് പൂപ്പല്ലത്, ഇതിന്റെ ഉള്ളു പച്ചയായിരിക്കോ? അത് ശരി. കുത്താണ്ടിരിക്കാൻ വേണ്ടി പ്രകൃതി തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ? ഇതില് പൂവുള്ള ഐറ്റംസ് ഒക്കെ ഇതെല്ലാം പൂവുണ്ടാകുന്ന ചെടിയാ. ഇതിന് നന വളരെ കുറവ്. ഇനിയിപ്പോ ഒരു മാസം നനച്ചില്ല ഇത് ഉണങ്ങി പോകുന്നില്ല, ഇച്ചിരി ചുങ്ങി ഇരിക്കും. വെള്ളം ഇതിൽ പെട്ടെന്ന് അതല്ലേ. കള്ളിച്ചെടിയും ചേച്ചി തന്നെയാണോ നോക്കുന്നത്? കള്ളിച്ചെടി ചേട്ടായിയാണ് അല്ലേ? ചട്ടിയിലേക്ക് പരസ്യം നടന്നോട് പോയിട്ട് അതിന്റെ പണി കഴിഞ്ഞു. പിന്നെ 2 ആഴ്ച കൂടുമ്പോ എല്ലാവരും 10 ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി. അത്രയും മതി അല്ലേ? ഇതിലെന്താ നമ്മൾ ചട്ടിയിൽ വളം ചാണകപ്പൊടി, നല്ല പഴയ പൊടി ചാണകപ്പൊടി ഇല്ലേ, അതും പിന്നെ മണലും പേര് ഒരു 10-1 മണ്ണും. അത്രയും മതി. പിന്നെ അത് ഇൻഡോർ ആയിട്ട് അങ്ങനെ പയ്യെ വളർന്നോളൂ. നമ്മൾ പോകേണ്ട കാര്യമില്ല, ഇത് പയ്യെ വളരുള്ളൂ. ഇതിനൊക്കെ നല്ല വിലയാണ്. എന്താണ് ഇതിനൊക്കെ? ഇതൊക്കെ 100 രൂപ കൊടുക്കും ആണല്ലേ? നിങ്ങളെ കുട്ടികള് 2 പെൺകുട്ടികളാണ് കണ്ടാൽ. ഒരാളും ഹസ്ബൻഡും കാനഡയിലാണ്, ഒരാളും ഹസ്ബൻഡും കൊച്ചും ന്യൂസിലാൻഡിലും. അപ്പൊ 2 വിദേശത്താണ്. അപ്പൊ നിങ്ങളെ കുട്ടികളാണ് ഇപ്പം പോകുന്നത്. നിങ്ങളെ ടൈം പാസിനാണ് ഇപ്പൊ. അപ്പൊ അതാകുമ്പോ സമയം പോകുന്ന അറിയില്ലല്ലോ അല്ലേ? രാവിലെ മുതൽ അതിന്റെ കൂടെ ഇറങ്ങിയ ജോലിക്കാരും ഉണ്ടാവില്ല അല്ലേ? 5 പണിക്കാരുണ്ട്. അല്ല വൈകുന്നേരം ആകുമ്പോ എന്തായാലും പിന്നെ ഇതുണ്ടാവും. എന്നാലും രാവിലെ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ അത്രയും സമയം പോയി കിട്ടുമല്ലോ അല്ലേ? മനസ്സിന് നല്ല സന്തോഷം കിട്ടുന്ന ഒരു ഹോബിയാണ്. അതെ അതെ. ഇതിന്റെ എന്താ പറയാ, സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റിനേക്കാളും കൂടുതൽ മാനസികമായിട്ടൊരു ഇതിനെ ഈ ചെടി വളർത്തലിനും പക്ഷി വളർത്തലും ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് അവരെ സമയം പോവാനും മാനസികമായിട്ട് ഒരുപാട് സന്തോഷം കിട്ടാനും ഏറ്റവും നല്ലൊരു. അപ്പോൾ ഒരുപാട് സന്തോഷം കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നതും ഈ ചെടികളൊക്കെ കാണിച്ചു തന്നതിനും. കള്ളിച്ചെടീനെ കുറിച്ചും ആർക്കെങ്കിലും അറിയണമെങ്കിലും വാങ്ങണമെങ്കിലും ഒക്കെ അച്ചായനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഞങ്ങൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കള്ളിച്ചെടിയും ബോഗൺവില്ലയും എല്ലാം ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇനി കാണാനാണെങ്കിലും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എല്ലാം കണ്ടിട്ട് പോകാം. അപ്പോൾ ഒരുപാട് സന്തോഷം അച്ചായോ കേട്ടോ, നിങ്ങളെ കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒക്കെ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ മനോഹരമായ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനിയും ഒരുപാട് നല്ല കാഴ്ചകളുമായി കാണാപ്പുറം വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ ബൈ.